ഇപ്പൊ ഇവിടെ 9 PM ആണ്. ഈ ചാടത്തുള്ള ജിമ്മിക്കാ പോകുന്നത്. ഇടുക്കത്തെ ചൂടാണ്. പക്ഷെ പോവാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോകുമ്പോ ട്യൂഷൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ എന്തായാലും ഇങ്ങനെ അറിഞ്ഞു പോർക്കും കേൾക്കും അതിനെ പറയും. സോ പേടിച്ചിട്ട് പോകണം കേട്ടോ. അമ്പി വെച്ചത് കുപ്പിയാ ജിമ്മിന് പോലെ പൊട്ടിയേച്ച് കുപ്പി ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് കണ്ടിട്ടുള്ളൂ ഇവിടെ. ഫ്രണ്ടിന്റെ ഫോട്ടോ ഇവരെന്നോട് പറയാതെ പോലെ അവിടെ പിന്നെ എന്റെ പറ്റി. ഇത് ശാലുവിന്റെ ഫ്രണ്ടാ. അടിപൊളി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഇത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. പിന്നെ ജിമ്മിലേക്ക് എൻ്റർ ആയപ്പോൾ ഐഷോടെ ഉണ്ടായിരുന്നു. ഐഷോ ഓൾസോ മൈ ഫ്രണ്ട്. ഇവിടെ ദുബായ് വന്ന് കിട്ടിയ ഫ്രണ്ടാട്ടോ എനിക്ക്. ഇതാണ് ട്രെയിനർ. 2 മാസം മുന്നേ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ തടത്തില്ല. അപ്പം അതിനെ പറ്റിയിട്ട് കളിയാക്കണായിരുന്നു. മറ്റുള്ള ജിമ്മിൽ വെച്ചിട്ട് എനിക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ട്രെയിനേഴ്സ് എല്ലാവർക്കും വർക്കൗട്ട് നന്നായിട്ട് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നെ പോലെ. അപ്പോൾ അവർ നന്നായി പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂട്ടാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ജിമ്മിൽ പോകാറുള്ളൂ. ബിക്കോസ് എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പം ഇനിയോട്ട് മുളകണ്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇന്നലെ ലെഗ് ഡേ ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. ജിമ്മിനുള്ള പാർട്ട്നേഴ്സിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ മോട്ടിവേഷൻ ആണ്. ഇനി തൊട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ വരാൻ ചീത്ത പറഞ്ഞു. ഇനി നിങ്ങൾ വരുന്നേ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ദുബായിലുള്ള ഒട്ടുമിക്ക പിള്ളേർക്കും അറിയാൻ പറ്റും ഹബീബ് ബേക്കറിനെ പറ്റിയിട്ട്. ഇതൊക്കെയാണ് ഡയറ്റ് സെറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഞാൻ ഇന്ന് ആ സൈഡിലേക്ക് നോക്കിയില്ല. ഒടുക്കത്തെ ചൂടാണ്. എനിക്കറിയില്ല എങ്ങനെ എല്ലാവരും നടക്കണേ. അമ്മേ എനിക്ക് വയ്യ.